ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു റേഷൻ കാർഡിലെ റേഷൻ കട എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക, കടയുടെ നമ്പർ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയാണ് എന്റെ റേഷൻ കടയിലെ നമ്പർ മാറ്റി തരണം, റേഷൻ കാർഡിലുള്ള റേഷൻ കട നമ്പർ മാറ്റി തരണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക, അതിന് ഉപയോഗിക്കേണ്ട മെനു ഏതാണ്, ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള സർവീസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഇതിന്റെ മുന്നേയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ സർവീസസ് എന്നുള്ള ഈ ഒരു മെനു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചേഞ്ച് ARD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു മെനു ആണ് നമ്മൾ റേഷൻ കടയുടെ നമ്പർ റേഷൻ കാർഡ് നമ്പർ മാറ്റുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇനി റേഷൻ കാർഡ് നമ്പർ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്നുള്ളത്, നിലവില് കേരളത്തിലെ റേഷൻ കാർഡ് നമ്പറിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഏതൊരു റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ ഏത് സ്ഥലങ്ങളിലും ഏത് സ്ഥലത്തെ റേഷൻ കാർഡിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അനുമതി ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മെനുവിൽ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണ്, കുഴപ്പമില്ല എനിക്ക് മാറ്റിക്കോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെനു ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നിലവിലുള്ള ARD നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. പുതിയ നമ്പർ ഭാഗത്ത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ പുതിയതായിട്ടുള്ള നമ്പർ വരുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. റീസൺ എന്നുള്ള ഭാഗത്ത് വീട് മാറുന്നു, കട മാറുന്നു, രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏതാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എല്ലാ അപേക്ഷകളിലും സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപേക്ഷ ഡ്രാഫ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ, ഇന്ന കാരണങ്ങൾ കൊണ്ട് റേഷൻ കട മാറണം എന്നുള്ളത് വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി അത് PDF ഫയലായിട്ട് സ്കാൻ ചെയ്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, സൈൻ ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് റേഷൻ കട മാറുന്നതിനുള്ള പ്രൊസീജിയർ എന്നുള്ളത്.